ചങ്ങായിമാരെ, നമ്മുടെ നൂറ് മജ്ലിസ് ആറ്റക്കോയ തങ്ങളെല്ലാവർക്കും അറിയല്ലോ. ചില ആളുകളുടെ സംശയം, ആറ്റക്കോയ തങ്ങൾക്ക് വീഡിയോ ചെയ്യാനും വേണ്ടിയിട്ട് എനിക്ക് എത്ര പൈസ കിട്ടിയെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാട്ടാം. പിന്നെ ചോദിക്കുന്നുണ്ട്, ആറ്റക്കോയ തങ്ങൾ കോടികൾ സമ്പാദിച്ചിട്ട് തുച്ഛമായ പൈസയാണ് പാവപ്പെട്ടവർ കൊടുക്കുന്നുള്ളത്. അങ്ങനെ ഒരുപാട് എൻ്റെ വീഡിയോക്ക് കമൻറ്റ് ചങ്ങായിമാരെ. എനിക്കെത്ര പൈസ കിട്ടിയെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് നിങ്ങളോട് ഒരു കാര്യം പറയണം. എൻ്റെ സുഹൃത്ത് ജോലി ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനി നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയം, അത്രയും നഷ്ടത്തിൽ ശമ്പളം കൊടുക്കാൻ വരെ കഴിയാത്ത ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ആ മുതലാളി ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെയുള്ള ജോലിക്കാരെല്ലാം ക്യാൻസലാക്കിയിട്ട് നാട്ടിൽ പോയി. കുറേ ആൾക്കാർ റിലീസ് കൊടുത്തിട്ട് പുറത്ത് പോയി. അപ്പോൾ എൻ്റെ സുഹൃത്ത് മാത്രം ആ കമ്പനിയിൽ നിന്ന്, അവന് പോവാണ്ട് തന്നെ മുതലാളിൻ്റെ അടുത്ത് തന്നെ നിന്ന്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഒരു മലയാളി ജോലി അന്വേഷിച്ചിട്ട് വരുന്നത്. ഇവിടെ വല്ല ജോലിയുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഇതേ നഷ്ടത്തിൽ പോകുന്ന കമ്പനിയിലേക്ക്, ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ, നഷ്ടത്തിൽ പോകുന്ന കമ്പനിയിലേക്ക് ജോലി അന്വേഷിച്ചിട്ട് വന്നു. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞ്, അല്ല സുഹൃത്ത്, ഇത് നഷ്ടത്തിലാണ് പോകുന്നുള്ളത്, ഞങ്ങൾക്ക് തന്നെ ശമ്പളം കിട്ടാത്ത പല ദിവസങ്ങളായി, പിന്നെ എന്ത് കണ്ടിട്ടാണ് നീ ഇവിടെ ജോലിക്ക് വന്നതെന്ന് ചോദിച്ച്. അപ്പോൾ ജോലി അന്വേഷിച്ച് വന്ന ആ സുഹൃത്ത് പറഞ്ഞ്, ഞാൻ ഒരുപാട് സ്ഥലത്ത് എൻ്റെ ജോലി അന്വേഷിച്ചിട്ട് ഞാൻ നടന്ന്, ഞാൻ പഠിച്ചത് എന്താണോ, എനിക്കറിയുന്ന തൊഴിൽ എന്താണോ അതുപോലും എനിക്ക് കിട്ടുന്നില്ല. പല ഓഫീസുകളിലും ജസ്റ്റ് ഞാൻ ബക്കാലയിൽ വരെ ജോലിക്ക് അന്വേഷിച്ചിട്ട് നടന്നു. പക്ഷെ എവിടെ എനിക്ക് ജോലി കിട്ടുന്നില്ല. പിന്നെ വിളിക്കാം, പിന്നെ ഇപ്പോൾ ആള് വേണ്ടാതിർത്ത് പോലും, അവിടെ ജോലിക്ക് അത്യാവശ്യം ആളുണ്ടർത്ത് പോലും ആവശ്യമായിട്ട് വേണ്ടതുണ്ടായിരുന്നു. അവിടെ പോലും ഞാൻ ജോലി അന്വേഷിച്ചിട്ട് പോയി. അവർക്കും എന്നെ വേണ്ട. ലാസ്റ്റ് ഞാൻ പറഞ്ഞു, എവിടെയെങ്കിലും അറബിപ്പുരയിൽ ചെടിക്ക് വെള്ളമടിക്കുന്ന ജോലിക്ക്, അതിനും പോയി എനിക്ക് വേണ്ട. അങ്ങനെയാണ് ലാസ്റ്റ് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. ഇവിടുത്തെ മുതലാളി ജോലി താങ്ങുകയും ചെയ്തു. അങ്ങനെ അവന് ജോലിക്കിലേക്ക് കയറി. അപ്പോൾ ആരെല്ലാം ഉണ്ട്? എൻ്റെ സുഹൃത്തും മുതലാളി മാത്രമേ ഉള്ളൂ ആ സ്ഥാപനത്തിൽ. ഇവനും കയറി, മൂന്നാമത്തെ ആളും കയറി. ഇവൻ കയറിയിട്ട് കുറച്ച് മാസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടെന്ന്. മാസങ്ങൾക്ക് ശേഷം ഈ കമ്പനിയിൽ നല്ല വർക്ക് വരാൻ തുടങ്ങി. അടിപൊളിയായിട്ട് വർക്ക് വരാൻ തുടങ്ങി. മുതലാളി ഞെട്ടി. എൻ്റെ സുഹൃത്തിന് കൊടുക്കാനുള്ള ശമ്പളം മുതലാളി കൊടുത്ത്, കൂടെ നിന്നതിനും വേണ്ടിയിട്ട് അതിനെക്കാട്ടും കൂടുതൽ ശമ്പളം കൂട്ടി കൊടുത്ത്, അങ്ങനെ നല്ല ഉഷാറിൽ പോയി. പുതിയ സ്റ്റാഫുകളെല്ലാം വെക്കാൻ തുടങ്ങി. അങ്ങനെ നല്ല ഉഷാറിൽ പോയിക്കൊണ്ടുവന്നു ഈ കമ്പനി. മനസ്സിലാക്കണം, ഒന്നുമില്ലാതെടുത്തുനിന്ന് ഈ ഒരു സുഹൃത്ത് ആ കമ്പനിയിലേക്ക് കയറി. അതിനുശേഷം കമ്പനി വെച്ചടി ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ആ ജോലി അന്വേഷിച്ചിട്ട് വന്ന് ആ സുഹൃത്തിന് മുതലാളി നല്ലൊരു പോസ്റ്റും കൊടുത്തു, എല്ലാ മുതലാളിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം മുതലാളിനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞ്, മുതലാളി, നിങ്ങളെ ഷോപ്പ് ഇപ്പം നല്ല ഉഷാറിൽ പോകുന്നുള്ളത്, ഈ പുതിയ വന്ന സ്റ്റാഫ് നിങ്ങൾ നല്ല പൈസ വലിക്കുന്നുണ്ട് മുതലാളി, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അവനെ. അങ്ങനെ പുതിയ വന്ന ഇവൻ വന്നതിന് ശേഷമാണ് ഇവിടെ ബിസിനസ് കൂടിയിട്ടുള്ളതും. എല്ലാ ഇത് മുതലാളിക്ക് വീണ്ടും തിരിച്ച് കൈകളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് മുതലാളിനോട് പറയുന്നു, ഈ പുതിയ വന്ന സ്റ്റാഫ് നിങ്ങളെ നല്ല പൈസ ലൂട്ടാക്കുന്നുണ്ട്. അപ്പം മുതലാളി അവനോടൊരു വാക്ക് പറഞ്ഞു. എന്താണെന്നറിയോ? എൻ്റെ കമ്പനി നഷ്ടത്തിൽ പോകുന്ന സമയത്ത് പണിക്കാരെല്ലാം രാജിവെച്ച് പോയി, പണിക്കാരെല്ലാം വിട്ടുപോയി, ശമ്പളം കൊടുക്കാൻ കഴിയാതെ എൻ്റെ അടുത്തുണ്ട് ഒരു സുഹൃത്തും. എന്നിട്ടും എൻ്റെ കമ്പനി ഇങ്ങനെ നശിച്ചു പോകുന്ന സമയത്താണ് ആ സുഹൃത്ത് വന്നത്. അവൻ വന്നതിന് ശേഷമാണ് എൻ്റെ കമ്പനി ഉഷാറായിട്ട് പോകുന്നത്. ഇവൻ കക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മനസ്സിലാക്കണം, മുതലാളി പറയുന്നുള്ളത്, അവൻ കക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ 25% അവന് കക്കുന്നുണ്ടെങ്കിലും 75% എനിക്ക് അവന് ലാഭമുണ്ടാക്കി തരുന്നുണ്ട്. മനസ്സിലാക്കണം നിങ്ങൾ.
25% അവന് കക്കുന്നുണ്ടെങ്കിലും 75% എനിക്ക് അവൻ ലാഭം ഉണ്ടാക്കി തരുന്നു. ഒന്നൊഴിവ ഇല്ലായ്മയിൽ നിന്ന്, ആത്മഹത്യം ചെയ്യാനുള്ള വക്കിൽ നിന്ന് എന്നെ രക്ഷിച്ചത് അവനാണ്. സോറി. അതിൻ്റെ ഇടയിൽ നിന്ന് അവൻ കക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല, അവൻ കട്ടോട്ടെ. മുതലാളി പറയുന്ന വാക്ക്. ഞാൻ ഈ കമ്പനി അവനക്ക് എഴുതി കൊടുക്കണ്ടേ, ഇതാണ് എനിക്കുള്ളത്, പിന്നെ എന്ത് കക്കുന്നതിന് എന്ത് പ്രശ്നമെന്ന്. അപ്പം ഞാൻ ഇപ്പോൾ പറയാനുള്ള കാരണം എന്തെന്നറിയാം, ആറ്റക്കോയ തങ്ങൾ ഈ 100 മജ്‌ലിസിൽ ഒരുപാട് സംഭാവനകൾ വരുന്നുണ്ട്. കൊടുക്കുന്നുള്ളവർ കൊടുത്തോട്ടെ, അതിനെ ഞമ്മ എതിർക്കാൻ പോകുന്നുണ്ട്. പക്ഷെ അത് കൊടുക്കുന്നുണ്ടെങ്കിലേ അതിൽ നിന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞ കണക്കെ തുച്ഛമായ പൈസയാണ് യതീമക്കൾക്കും മറ്റുള്ളവർക്കും നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത്. അതും കൊടുക്കാത്ത ഒരുപാട് ഓൺലൈൻ മജ്‌ലിസ് നടത്തിയിട്ട് ഒരുപാട് ആളുകളുണ്ട്. അവർ എന്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കണ്ടിട്ടുള്ളത് പറയും. നിങ്ങൾ ഒരുപാട് മജ്‌ലിസ് നിങ്ങൾ കാണുന്നില്ലേ, അവർ എന്ത് സഹായിക്കുന്ന കാണുന്നുണ്ട്. അവർ ആഡംബര കാറിലും മറ്റുള്ള ഇതിലും പോകുന്നതും താക്കുന്നതും ആണ് നമ്മൾ കാണുന്നുള്ളത്. ആറ്റക്കോയ തങ്ങൾ ഇതെന്തെന്ന് വെച്ചാലില്ല, ആറ്റക്കോയ തങ്ങൾക്കെതിരെ അസൂയമാണ്. ഇപ്പോൾ ഞാനിതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടൊന്നും കാര്യമില്ല. തങ്ങൾ ഉഷാറോട് മുകളോട്ടൊക്കെ തന്നെ പോകുന്നുള്ളത്. ആറ്റക്കോയ തങ്ങൾക്കെതിരെ ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് പൈസ കിട്ടിയത് കൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നുണ്ട് എൻ്റെ സുഹൃത്തുക്കളെ. പക്ഷെ ഒന്നും മനസ്സിലാക്കണം, ഈ ആറ്റക്കോയ തങ്ങളുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്ക് 50 രൂപ കിട്ടുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് 5 രൂപ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ടാവും. എത്ര പാവപ്പെട്ടവർ സന്തോഷമാകുന്നുണ്ടെന്നറിയോ? ഈ 100 മജ്‌ലിസിൽ നിന്ന് വരുന്ന പൈസ എല്ലാം തങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത്, തങ്ങൾക്ക് പറ്റുന്നുള്ളത് തങ്ങൾ എടുക്കുന്ന, ബാക്കി പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു. അതും കിട്ടാത്തവർ എത്ര ആളുണ്ട് അത് ചങ്ങായിമാരെ. അപ്പം നമ്മൾ ഈ ആറ്റക്കോയ തങ്ങൾ എത്ര ഇങ്ങനെ കുഴിച്ചിട്ട് ഇങ്ങനെ തെറ്റ് പറഞ്ഞിട്ട് എന്ത് കാര്യം? എനിക്ക് പൈസ കിട്ടുന്നത് കൊണ്ട് ഞാൻ പറയുന്നതല്ല എൻ്റെ സുഹൃത്തുക്കളെ. കാരണം വെച്ചാൽ നമ്മൾ കാണുന്നുണ്ട് ആറ്റക്കോയ തങ്ങൾ ഇന്ന് ചെയ്യുന്നുള്ള ഓരോരോ പ്രവൃത്തിയും. പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട്, യതീമക്കളെ സഹായിക്കുന്നുണ്ട്, യതീമക്കൾക്ക് കൊടുക്കുന്നുണ്ട്, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, പാവപ്പെട്ടവർക്ക് പൈസ വെച്ച് കൊടുക്കുന്നുണ്ട്. ആറ്റക്കോയൊക്കെ തങ്ങൾക്ക് വരുന്ന പൈസ എവിടെ നിന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നല്ലത് കാണുമ്പോൾ നല്ലത് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അല്ലാണ്ട് ഈ ആറ്റക്കോയ തങ്ങളെ പൈസ അൽഹംദുലില്ലാ ഇന്ന് എനിക്ക് ആവശ്യമില്ല. അൽഹംദുലില്ലാ ജോലി ചെയ്യാനുള്ള ആവത് എനിക്കുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ ജോലി ചെയ്തിട്ട് എൻ്റെ കുടുംബത്തിന് ഞാൻ പോറ്റുന്നു. അല്ലാണ്ട് ഈ ആറ്റക്കോയൻ്റെ ഒരു ഉറപ്പ ഇന്ന് ആവശ്യമില്ല. അങ്ങനെയുള്ളവർ ഒരു ഇതും എനിക്കില്ല. ആറ്റക്കോയക്കെതിരായിട്ട് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ആറ്റക്കോയ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. പക്ഷെ ആറ്റക്കോയ തങ്ങൾക്ക് എതിർ പ്രവർത്തിക്കുന്നുള്ള കാര്യം അസൂയായിട്ട് കാണുന്നുള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാലും എല്ലാവർക്കും നല്ലത് പറ്റുമെന്ന് പ്രാർത്ഥിക്കാം.